ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ അച്ചാർ തിന്നാൽ നമുക്ക് പീരിയഡ്സൊക്കെ വൈകി വരുമോ, അതോ ഹോർമോൺസൊക്കെ ഇംബാലൻസ് ആവുമോ, ഹോർമോൺസൊക്കെ മാറ്റം വരുമോ എന്നുള്ളതാണ്. അച്ചാർ കൊണ്ട് അങ്ങനെയൊക്കെ ദോഷങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആണെന്നില്ല. അപ്പോൾ ഞാനിതിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുൻപത്തെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി, ഫസ്റ്റ് പ്രഗ്നൻസി സ്റ്റോറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോന് ഒരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ, 2 വയസ്സൊക്കെ ആയപ്പോൾ, അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഈത്തപ്പഴ അച്ചാറുണ്ടായിരുന്നു. അത് അങ്ങനെ ഇട്ട് വെച്ചതെന്ന് വെച്ചാൽ കാന്താരി ഉണ്ടാവില്ല, ചീരാപ്പറങ്കി, അത് നമ്മൾ ഉപ്പിലിട്ട് വെക്കുമല്ലോ. അങ്ങനെ 2-3 മാസത്തോളമൊക്കെ ഉപ്പിലിട്ട് വെച്ചാൽ, ഒരു 5-6 മാസത്തോളം ഉപ്പിലിട്ട് വെച്ചാൽ വിനാഗിരി, അതായത് സുർക്ക ഉണ്ടാവുമല്ലോ, ആ ഉപ്പിലിട്ട് വെച്ച മുളക് എടുത്തതിന് ശേഷം അതിലുള്ള സുർക്ക, ആ സുർക്കയിൽ പാകം ചെയ്തിട്ടുണ്ടായിരുന്ന. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം എല്ലാവർക്കും അറിയാം, സാധാരണയായിട്ടാണ് നല്ല മധുരമായിരിക്കും. അപ്പോൾ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എരിവ് കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളമ്മ തയ്യാറാക്കിയിട്ട്. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു 8-10 വർഷം മുൻപുള്ള കാര്യങ്ങളല്ല. അപ്പം നമുക്ക് അതിനെപ്പറ്റി അങ്ങനെ അറിയൊന്നുമില്ലായിരുന്നു. ഇത് തിന്നാൽ ഇങ്ങനെ ഉണ്ടാവും, ഈത്തപ്പഴം അച്ചാർ നല്ല ടേസ്റ്റ് ആണല്ലോ, പിന്നെ എരിവ് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്നൊന്നും അറിയില്ലായിരുന്നു. കാരണം അന്നൊക്കെ അതിൽ പ്രായമായിട്ടില്ലല്ലോ. അപ്പം അത്ര നമുക്ക് ഇതേപോലെ തന്നെ യൂട്യൂബും നെറ്റ് ഗൂഗിളൊന്നും അങ്ങനെ എന്തെങ്കിലും വൈബായിട്ട് ചിന്തിക്കാനോ സെർച്ച് ചെയ്യാനോ അറിയുന്നില്ലായിരുന്നു. ഇപ്പോഴല്ലേ അതിനൊക്കെയുള്ളതായത്. അപ്പോൾ അന്നത്തെ കാലത്ത് നടന്ന കേട്ടോ. അപ്പോൾ അന്ന് ഉമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു 2-3 ജാറ്, അതായത് 2-3 കുപ്പിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചക്കക്കൂട്ടാൻ പോലെ പറയുമല്ലോ, അതായത് ഉച്ചക്കും കഞ്ഞിക്കും വൈകുന്നേരം രാത്രിയൊക്കെ എടുക്കും, 2 സ്പൂൺ 3 സ്പൂണൊക്കെ എടുക്കും. കാരണം നല്ല ടേസ്റ്റായിരുന്നു. ആ ഈത്തപ്പഴം അച്ചാർ നമ്മൾ അച്ചാർ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിൽ തന്നെ ഈ മുളകിട്ട് വിനാഗിരിയല്ലേ ചേർക്കുന്നത്. അപ്പോൾ മധുരം തന്നെ ഏകദേശം ബാലൻസ് ആയി. പക്ഷെ എന്നാലും എരിവുണ്ടായിരുന്നു. പക്ഷേ എരിവ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പോൾ, അച്ചാർ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ കഴിച്ചു പോകും. അങ്ങനെ ഞങ്ങളത്, ഞാനും എൻ്റെ ചെറിയ മുത്തശ്ശിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനാണ് അധികം കഴിച്ചു തോന്നുന്നു. എന്തായാലും അന്നൊന്നും പ്രശ്നങ്ങളുണ്ടായില്ല. അന്നൊന്ന് ഒരു 3-4 ടിന്നോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കുപ്പിയൊക്കെ എടുത്താൽ ഒരു ആഴ്ച നിൽക്കില്ല, ഒരു 3-4 ദിവസം കൊണ്ട് അത് കഴിയും. കാരണം ഞാൻ തന്നെ മെയിനായിട്ട് എടുക്കൽ, കഞ്ഞിക്ക് എടുക്കും, ഉച്ചക്ക് എടുക്കും, രാത്രി എടുക്കും, ഭക്ഷണത്തേക്ക് ഫുഡൊക്കെ എടുക്കും. അങ്ങനെ കഴിച്ചു. പിന്നെ അപ്പോഴൊന്നും അതിൻ്റെ പ്രശ്നം അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ അറിഞ്ഞത് വെച്ചാൽ നമുക്കിപ്പോൾ പീരീഡ്സ് അതൊക്കെ കഴിച്ച് ആ 4 കുപ്പിയും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാവുമല്ലോ, പിന്നെ പീരീഡ്സ് ആണ്. അപ്പോൾ തെറ്റി വൈകി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളത്ര കാര്യമാക്കിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 1 ദിവസം 2 ദിവസമൊക്കെ ഉള്ളതെന്ന് കരുതി. പിന്നെ അത് 1 ദിവസം 2 ദിവസം ഉള്ളത് 5 ദിവസം ഒരാഴ്ചക്കൻ്റെ ഒക്കെ അടുത്ത് വേഗം തുടങ്ങി. അപ്പോൾ പിന്നെ വൈകി വരുന്നതും പോരാ, പീരീഡ്സ് ആവുന്നത് തന്നെ എനിക്ക് നേരത്തോട് നേരം, അതായത് ഇപ്പം ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ്, പിറ്റേ ദിവസം വൈകുന്നേരം 5 മണിയാകുമ്പോൾ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു അടയാളം കാണിക്കാമെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളായിരുന്നു. അപ്പോൾ സാധാരണ എനിക്ക് 13-ാം വയസ്സിലാണ് എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത്. അന്ന് മുതൽ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ മോന് 2 വയസ്സാവുകയോളം, 2-2.5-3 വയസ്സാവുകയോളം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകും. കാരണം നമ്മൾ പീരീഡ്സ് ആയാലും 3 ദിവസം നോർമലായിട്ട് എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കാര്യം ഇതൊക്കെ പിന്നെയാണ് നമ്മൾ 3 ദിവസം കഴിഞ്ഞ ശേഷമാണല്ലോ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടാണ്. അപ്പോൾ 3 ദിവസം എന്തായാലും ഉണ്ടാകാറുണ്ടായിരുന്നു. കാരണം അത്രയും കാലത്തിന് ശേഷം ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിച്ച് പിറ്റത്തൊക്കെ പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് ഡേറ്റ് ഇങ്ങനെ തെറ്റാൻ തുടങ്ങി. 1 ദിവസം 2 ദിവസമല്ല, പിന്നെ ഒരാഴ്ചക്ക് കേക്കൊക്കെ അങ്ങനെ ആയി. പിന്നെ വരുമ്പോൾ തന്നെ അതൊരു ദിവസം മണിക്കൂർ നേരത്തോട് നേരക്കായി. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ, അത്രേ ഉണ്ടാവുള്ളൂ ബ്ലഡ്, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. കാരണം അതിനെ പറ്റിയൊന്നും അറിയില്ല. കാരണം ഹോർമോണിൻ്റെ പ്രശ്നമാണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. കാരണം അന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നമുക്ക് ആരോടും അങ്ങനെ പറയും, എനിക്ക് ഏട്ടത്തികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പറയില്ല. പക്ഷെ കുഴപ്പമില്ല, അതെല്ലാം പീരീഡ്സ് ആയല്ലോ, ആ സമാധാനത്തിൽ അങ്ങനെ നിന്നും ചെയ്തു. പിന്നെ പ്രോബ്ലംസ് വരാൻ തുടങ്ങിയത് എന്താ വെച്ചാൽ, പിന്നെ അപ്പോഴും നമുക്കറിയില്ലായിരുന്നു അങ്ങനെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അച്ചാർ അധികം കഴിക്കാൻ പാടില്ല എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ മോന് ഞാൻ ഹസ്ബൻഡ് ഒരു 2-2.5 വർഷമൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മോന് 2 വയസ്സൊക്കെ ആയിട്ട് പാലുടിയൊക്കെ നിർത്തട്ടെ, എന്നിട്ട് അത് അടുത്ത ബേബി എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോക്കിയിട്ടൊന്നും, പിന്നെ നമ്മൾ ഇനി ബേബി വേണമെന്ന് കരുതിയിട്ട് പോലും ഉണ്ടാവാത്തപ്പോൾ മോനൊരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആയപ്പോൾ, 4 വയസ്സായപ്പോൾ ഞാനൊരു ഡോക്ടറെ അടുത്ത്, ഞങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചെൻ്റെ മോനെ പ്രഗ്നൻസി ടൈമിലൊക്കെ കാണിച്ചു ഡോക്ടറെ അടുത്ത്. അത്ര വലിയ ഹോസ്പിറ്റലൊന്നുമല്ല, എന്നാലും നമ്മളെ സാധാരണക്കാർ പ്രസവം അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആദ്യം ഡോക്ടർ പറഞ്ഞു എരിവ് പുളി
അതായത് ചായ കാപ്പി ഇതൊക്കെ ഒഴിവാക്കണം കേട്ടോ. കഴിയുന്നതും ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ കഴിയുന്നതും കുറക്കാറുണ്ട്. അപ്പോൾ അത് പ്രശ്നം തന്നെയാണ്, ഹോർമോണിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ചെക്ക് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ ഡോക്ടർക്ക് പോകാൻ തന്നെ കാരണം പീരീഡ്സ് നേരെ വൈകിയാണ് വരുന്നത്. കാരണം ഒരാഴ്ച 10 ദിവസമൊക്കെ വൈകിയിട്ട് വരുന്നു. ചിലപ്പോൾ 1 മാസമായിട്ടില്ലെങ്കിൽ 1.5 മാസം കൊണ്ടൊക്കെ ആകുക. അപ്പോൾ അതുകൊണ്ടായിരിക്കും ബേബി വൈകുന്നതെന്ന് കരുതിയിട്ട് അതിന് പ്രശ്നം ഉണ്ടാവുമല്ലോ. കാരണം വെച്ചാൽ നമ്മൾ നോർമൽ പീരീഡ്സ് വരണമല്ലോ, എല്ലാ മാസവും കൃത്യമായിട്ട് വരണമല്ലോ, എന്നാലല്ലേ അപ്പോൾ ഇതിനൊക്കെ ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് മരുന്ന് കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പം പറഞ്ഞു അണ്ടം തീരെ ഉണ്ടാവുന്നില്ല, അപ്പോൾ നമ്മൾ അണ്ടം ഉണ്ടാവാനുള്ള ഇത് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മരുന്നൊക്കെ കുടിക്കണം പറഞ്ഞു. അങ്ങനെ അതിനുള്ള മരുന്നും മെഡിസിൻസും അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 5-8 മാസത്തോളം 1 വർഷത്തോളമൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ മെയിനായിട്ട് പീരീഡ്സ് കൃത്യമായിട്ട് വന്നു. നമ്മൾ ആ ഡോക്ടർ മരുന്ന് നിർത്തുകയാണെങ്കിൽ വരില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഒന്നാമത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മളൊരു പീരീഡ്സ് ആയ 2-ാം ദിവസം ഡോക്ടറെ അടുത്ത് പോകണം. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച, അതായത് പീരീഡ്സ് ആയി ഒരാഴ്ച ആകുമ്പോൾ പിന്നെ ഡോക്ടർ പോകും. പിന്നെ 14-ാം തീയതി, അങ്ങനെ ഒരു മാസത്തിൽ തന്നെ 3-4 പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു മടുപ്പ് തോന്നും. കാരണം എന്നും ഹോസ്പിറ്റലിൽ പോകണം. ആരെങ്കിലും നമ്മളൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാ വന്നത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഇതാണ്. കാരണം ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോണത്. അപ്പോൾ അവരൊക്കെ സാധാരണ അവിടെ ഉള്ള ആൾക്കാരൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ഇതായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം എന്തിനാണെന്നൊക്കെ ആകുമ്പോൾ അങ്ങനെയും പിന്നെ പോരാതെ എന്നും മാസത്തിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുക. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ചടപ്പായി തുടങ്ങി. അങ്ങനെ പിന്നെ അതുകൊണ്ട് കഴിച്ചിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഇതായി തുടങ്ങി. അപ്പം പിന്നെ ഇനിയിപ്പോൾ നമ്മളുണ്ടാവുമല്ലോ, പിന്നെ ഡോക്ടർമാരത് മാത്രമല്ല, നമ്മൾ ദൈവത്തെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പഴഞ്ചൊല്ലന്നെ. അപ്പം നമ്മൾ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തോട് പറയുന്നുണ്ട്, സർവ്വസാധാരണ നമ്മൾ പഠിച്ചവനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇതാവാത്തപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് എൻ്റെ ഹൗസ് വാമിങ്, അതായത് എൻ്റെ വീടിൻ്റെ പണിയും തിരക്കും കുടിക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ആ മരുന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഏതായാലും കൃത്യമായിട്ട് പീരീഡ്സ് വരുന്നുണ്ട്, അപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഇക്കാരം നിൽക്കാതെ മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തോളം കഴിച്ചു, എന്നിട്ട് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ പീരീഡ്സ് അതിന് കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാനൊരു നമ്മളെ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് കുറച്ചൊക്കെ തിരക്കും അങ്ങനെയൊക്കെ ബിസി അങ്ങനെയൊക്കെ ആയപ്പോൾ മോനെ സ്കൂളിൽ ചേർത്തി അങ്ങനെയൊക്കെ ഇതായി നിന്നപ്പോൾ പിന്നെ ഒരു വർഷത്തോളം വീണ്ടും കാത്തു നിന്നു. അപ്പോഴൊന്നും ഒരു ഇമ്പ്രൂവ്മെൻ്റ്, ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ ഇതേപോലെ തന്നെ പീരീഡ്സ് തെറ്റാൻ തുടങ്ങി. കാരണം നമ്മളെ ഭക്ഷണം കഴിക്കാൻ, പക്ഷേ ഞാൻ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തന്നെ നമ്മൾ അച്ചാറൊക്കെ, ഞാൻ ഭയങ്കര അച്ചാറിൻ്റെ ആളായിരുന്നു, അച്ചാറൊക്കെ കുറക്കും അങ്ങനെയൊക്കെ ചെയ്തു. ചായ കുടിക്കുന്നതും കാപ്പിയൊന്നും വലിയ ഇഷ്ടമല്ല എനിക്ക്, ചായ കുടിക്കുക അങ്ങനെ കുറച്ചൊക്കെ കുറച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ ഇവിടുന്ന് മോന് 6 വയസ്സായിട്ടും ഇതൊന്നുമില്ല. അപ്പം എൻ്റെ മുത്തശ്ശികളും അങ്ങനെ എല്ലാ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു, കാരണം ഒരു മക്കൾ പോലും ഇല്ലാത്തവരുണ്ട്, ശരിയാണ്. പക്ഷെ ഒരാൾക്ക് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാലല്ലേ അതിനെ പറ്റി, ശരിയാണ്. നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതാക്കണമല്ലോ എന്ന് കരുതിയിട്ട് മോനൊരു 7 വയസ്സൊക്കെ 8 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെയും വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ആ ഹോസ്പിറ്റലല്ല, കുറച്ചുകൂടി വലിയ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങളിവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ കുറച്ചുകൂടി വലിയ ട്രീറ്റ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടില്ല. അത് ഗൈനക്കോളജിസ്റ്റും ഫെർട്ടിലിറ്റിക്ക് നോക്കണ ഗൈനക്കോളജിസ്റ്റൊന്നുമല്ല. പക്ഷേ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഞങ്ങളുടെ നാട്ടിൽ 1-2 പേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ അങ്ങനെ പോയതാണ്. ഫസ്റ്റ് അങ്ങനെ പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ധൃതി വെക്കരുത്, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം, ധൃതി വെക്കരുത്, നിങ്ങൾ 1 വർഷമോ അങ്ങനത്തെ 2 വർഷം കൊണ്ടൊന്നും ഉണ്ടാവില്ല, ദൈവം കനിയേണ്ടതാണ്, പിന്നെ നമ്മൾ അതനുസരിച്ച് ചെയ്യണം. ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, അതായത് ചായ കാപ്പി അച്ചാർ എരിവ് പുളി ഇത് കഴിയുന്നത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ തോതിൽ കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന് ലെങ്തി ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.